ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ഉച്ചയൂണ് വീഡിയോ കാണിക്കാമെന്നേ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആ ചന്തയിലോട്ട് പോവേണേ. നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോയി നല്ല ഫ്രഷ് ചീരയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിക്കാമെന്നും പറഞ്ഞാണ് പോകുന്നത്. മീനുണ്ടെങ്കിൽ നല്ല മീനും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ചീര ഉണ്ടാ നല്ല ഫ്രഷ് ചീരയാണേ. ഞാൻ ചീര മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീര. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പച്ച ചീരയാണേ. അപ്പം ഞാൻ പച്ചയും ചുമന്നതും കൂടെ മിക്സ് ചെയ്ത് കെട്ടിയത് ഒരു കെട്ടും, അല്ലാതെ പച്ച കളർ ഒരു കെട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് അവരവരെ വീട്ടിൽ കൃഷി ചെയ്തിട്ട്, കൃഷി ചെയ്യുന്നതല്ല, അവരവരെ വീട്ടിലിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് വെട്ടിയാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. പിന്നെ നാടൻ പാവയ്ക്ക, നാരങ്ങ, നല്ല 2 പച്ചമാങ്ങ ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ചക്ക മേടിച്ചിട്ടുണ്ടേ. ഒരു വെട്ടിയ ചക്കയായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് കൊണ്ടുവന്ന് നന്നായിട്ടൊന്നങ്ങ് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചീര ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഇതിലൊരു 5-6 ചക്കക്കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരു ഒന്നും കളയണ്ട, അതിട്ട് നമുക്ക് വേറെ സ്പെഷ്യൽ കറിയൊന്നും വെക്കില്ല. ഞാൻ ഇതിൽ കൂടെ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ച് ചക്കക്കുരുവും കൂടി അങ്ങ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് നല്ല ചക്ക കൂട്ടാനും ചീരത്തോരനും നല്ല ചാള മീനാണേ മേടിച്ചിട്ടുള്ളത്. ഞാൻ മീൻ കാണിക്കാൻ മറന്നുപോയേ. അപ്പം കുഞ്ഞു ചാളയെണ്ണേ, ഒരുപാട് വലിയ ചാളയെന്ന്, കുഞ്ഞു ചാള, നെയ്ച്ചാളയെന്നും പറഞ്ഞാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ ചക്കയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതിലോട്ട് നമുക്ക് കുഞ്ഞു കുക്കർ വേണം കേട്ടോ. അപ്പം ഞാൻ ചെറിയ കുക്കർ എടുത്തുകൊണ്ട് വന്നു. കുക്കറിലോട്ട് ചക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള അരി എടുക്കാം കേട്ടോ. ഞാൻ ഈ കപ്പിന് 2 കപ്പ് നിറച്ചെടുക്കൂല കേട്ടോ. മുക്കാൽ അതാണ് എൻ്റെ അളവ് കേട്ടോ. അപ്പം നമുക്ക് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കഴുകി, റേഷൻ അരിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് നമ്മൾ മറ്റേ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് എനിക്കെന്തോ അങ്ങനെ ദഹനം ഒരുപാട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമ്മളെ വയറിനൊന്നും വലിയ വെയിറ്റൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ റേഷൻ അരിയൊക്കെ പെട്ടെന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക എന്നുള്ള എളുപ്പം. ഒന്നാമത്തെ കാര്യം അതാണ് എളുപ്പം. രണ്ടാമത് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഹെവി വെയിറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ശരിക്കും മലക്കറിയും നല്ല മീൻകറിയും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. കറികളൊക്കെ നല്ലതുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഇതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ അരി വേവാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വെള്ളം കഴുകിയിട്ട് ഈ ചരുവത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം അധികം വെച്ചൊന്ന് അതിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ചരുവത്തിലോട്ട് നമ്മുടെ അരിയിലോട്ട് ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഞവടി കഴുകി എടുക്കുമ്പോൾ നമ്മുടെ അരി അങ്ങ് നല്ല സൂപ്പറാവും കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ചക്ക വേവിക്കാൻ വെക്കുന്നതിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം, നമ്മൾ ചക്കയ്ക്ക് ഒരുപാട് വെള്ളം വെക്കേണ്ട കേട്ടോ. നമ്മുടെ ചക്ക എത്രയാണോ അതിൽ നിന്ന് കുറച്ച് താഴ്ന്ന് നിൽക്കുന്ന രീതിക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു 2-3 ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ചക്ക നല്ല വെന്തുടയണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് കടുവും കൂടി താളിച്ചു കൊടുക്കാമെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വർഷത്തെ ചക്ക നമ്മളെ വീട്ടിൽ രാവിലെ നിറച്ച് ചക്ക ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചന്തയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വേണമെങ്കിൽ നമുക്കിവിടെ നടത്തിയെടുക്കാമായിരുന്നു. ഒരുപാട് മുകളിൽ നിൽക്കുന്നത്, അതുപോലെ തന്നെ അത് വരിക്കയാണ് കേട്ടോ. പഴുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല അടിപൊളി തേൻ വരിക്കയാണ്. ഞാൻ ചക്കയൊക്കെ അടക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് ചീരയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരിയൊക്കെ ഊറ്റിയെടുക്കുന്ന സ്റ്റെയിനറിലോട്ട് വെച്ചൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് നന്നായി പോയതിന് ശേഷം ഞാൻ ചീര അരിയാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്തിരുന്ന് അരിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ചീരയൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എനിക്ക് ടൈം കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ചീരത്തോരത്തിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരുകിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇന്നലെ തേങ്ങയൊക്കെ പൊതിച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ തേങ്ങയുടെ തണുപ്പൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. തേങ്ങ അങ്ങ് ചിരുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ തോരത്തിന് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട്
2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തോരത്തിനല്ലേ, ഞാൻ ഇപ്പോൾ ചക്കയ്ക്കാണ്, നമ്മൾ ചക്ക വേവാൻ വെച്ചത് കൊണ്ട് ചക്കയ്ക്ക് ആദ്യം അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം 2 പച്ചമുളകും വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചക്ക നല്ല ഫ്ലേവറാണേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും ചെറിയ ജീരകമൊക്കെ ചേർത്ത് നമ്മൾ ചക്കയ്ക്ക് അരപ്പ് തയ്യാറാക്കും. ഒരുപാട് മഷി പോലെയൊന്നും ചക്കയുടെ അരപ്പ് അരയണ്ടേ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളി ഇപ്പോൾ ഇങ്ങനെ വരുന്ന വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഒന്ന് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ കുക്കറിൽ ചക്കയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ജീരകവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്നാക്കി കൊടുക്കാമേ. അപ്പം നിങ്ങളെയൊക്കെ വീട്ടിനടുത്തും ഇതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയതാണേ. ഇതിനു മുമ്പ് പോയിട്ടില്ല കേട്ടോ, ഞാൻ പോയിട്ടേ ഇല്ല. വല്ലപ്പോഴൊക്കെ അമ്മക്കിവിടെ കൂടുതലും മീനൊക്കെ വീട്ടിൽ തന്നെ കൊണ്ട് തരുന്നത് കേട്ടോ. പിന്നെ മലക്കറിയൊക്കെ നമ്മൾ വല്ല സൂപ്പർ മാർക്കറ്റിലോ പിന്നെ ഒക്കെ പോയി മേടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ താത്ത പോകുമ്പോഴത്തേക്ക് എനിക്ക് ഫ്രഷ് ചീരയൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചീരയുടെ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ കുക്കറിൽ 2-3 ഫിസിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് ഒരു ഫിസിലും കൂടെ കേൾപ്പിക്കാം കേട്ടോ. അപ്പം നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇതിലോട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയ ഒരു നുള്ളു വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് ഒരു ഫിസിൽ കയറ്റുന്നത് വരെ ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ല സുഖമാണേ. അപ്പം ഞാൻ ചീരയൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എനിക്ക് ഇരുന്ന് ചുവന്നുള്ളി അരിയാനുള്ള ഒരു സമയമില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു സവാള അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചേ. ഒരു സവാളയും കൂടി കുരുകുരാന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചുവന്നുള്ളി ചേർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റുമായിരുന്നു. നമുക്ക് ഹെൽത്തിന് നല്ലതായിരുന്നു കേട്ടോ. ഈ ചീരയിൽ കുഞ്ഞുള്ളി തന്നെ ചേർത്ത് വെക്കണം കേട്ടോ. ഇപ്പം എനിക്ക് ഇരുന്ന് അത് അരിഞ്ഞെടുക്കാനുള്ള ഒരു മൂഡുമില്ല, ഇത് തോന്നിയില്ല കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ ഒരു ഫിസിൽ വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് ചക്ക ഒന്നങ്ങ് ഇളക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ചക്ക ഇളക്കി അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്കൊന്ന് കടുക് താളിച്ച് കൊടുക്കാം കേട്ടോ. കടുകും കരിയേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണേ. ഇപ്പം നമ്മൾ ചക്ക ഒന്ന് ഇളക്കി അങ്ങ് അടച്ച് മാറ്റി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. പണ്ടൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ തുടുപ്പെന്നൊക്കെ പറയും കേട്ടോ. ഈ ഓലയുടെ മടലൊക്കെ ചീവി അത് കവറിലൊക്കെ കെട്ടി സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇതേപോലെ ചക്ക, കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് മാത്രമേ അത് എടുക്കുകയുള്ളേ. ഇതിപ്പോൾ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനത്തെ വുഡിൻ്റെ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ലൊരു എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ടേ. ഇളക്കി ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഊറ്റി വെക്കാം കേട്ടോ. എളുപ്പമല്ലേ ഇങ്ങനെ പെട്ടെന്ന്. ഞാനൊരു 10-11 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഇങ്ങനെ അരി അടുപ്പത്തിട്ട് ചോറാക്കുന്നത് കേട്ടോ. രാവിലെ ഒന്നും തയ്യാറാക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ചോറ് നല്ല ഫ്രഷ് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ തിരിച്ച് ആ ചരുവത്തിലോട്ടൊക്കെ ആക്കി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അടിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് നല്ല ഡ്രൈ ആയിട്ട് വരുമേ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ആ കഞ്ഞിവെള്ളം നമുക്കങ്ങ് കൊണ്ടങ്ങ് കളയാം കേട്ടോ. അപ്പോൾ തന്നെ കളഞ്ഞ ആ ചരുവം അങ്ങ് കഴുകി അങ്ങ് വെക്കാൻ കേട്ടോ. ഇത് ഒരുപാട് വെള്ളം ചേർത്തല്ലേ ഞാൻ ഈ ചോറ് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം കാണും കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറും പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും അങ്ങ് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി തോരൻ തയ്യാറാക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. നല്ല വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതിയേ. എങ്കിലേ നമ്മുടെ കടുക് പെട്ടെന്ന് കടകട പൊട്ടി വരുള്ളൂ കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചുടനെ കടുകിട്ടാൽ അതും ഒരു ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാമേ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ചീര ഐറ്റംസിന് വാഴക്കൂമ്പൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഉഴുന്നിട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ട് കേട്ടോ. ഇങ്ങനെ ഉഴുന്നൊക്കെ വറുത്ത് വെക്കുന്നത്
അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞ് സവാളയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് നമുക്ക് അരപ്പിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചീരയും കൂടി ചേർത്ത് നമുക്കങ്ങ് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞെടുത്ത ചീരയൊക്കെ അങ്ങ് താഴ്ന്നൊരു ഒത്തിരി ആവും കേട്ടോ, കുറച്ചാവും. പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് തോരനൊക്കെ ആവുമേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് പാനങ്ങ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയി കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചീരയൊക്കെ വെന്തങ്ങ് താഴ്ന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തു നിന്ന് എത്തുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. ഈ സമയത്ത് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് സന്ധ്യയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഓട്ടോകളൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. രാവിലെ പോയവരൊക്കെ തിരിച്ച് കൂടുകൾ അണയുന്ന ഒരിതാണേ. അപ്പോഴത്തേക്ക് അരപ്പൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം കൂടി ഒന്നങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അടച്ചൊന്ന് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാമേ. അപ്പോൾ നമ്മൾ തോരത്തിന് അരയ്ക്കാനെടുത്ത മിക്സിയുടെ ജാറും തോരൻ അരിഞ്ഞു വെച്ച പ്ലേറ്റും ഇതെല്ലാം കൂടി ഞാൻ കഴുകാനായിട്ട് അങ്ങ് കിച്ചണിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടേ. നമ്മൾ ലാസ്റ്റ് കഴുകുന്നതിനെക്കാട്ടി അപ്പോഴപ്പോഴും കഴുകി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിയുടെ ഭാരം ഒന്ന് കുറയും പോലെ തോന്നി കേട്ടോ. നമുക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാം. അപ്പം പെട്ടെന്ന് അതും കൂടി ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് എല്ലാം അങ്ങ് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ചീരത്തോരനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടിയോണ്ട് അടിക്കടി 2-3 പ്രാവശ്യം ഇങ്ങനെ നുള്ളി ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയുടെ ഒരു ഇത് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു നുള്ള എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ ചീര തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ വെക്കാൻ അറിയാം. പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ്, നമ്മുടെ ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നതും മീൻ കണ്ടിക്കുന്നതും ഒക്കെ അല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ നല്ല കുഞ്ഞ് ചാളയായിരുന്നേ. അപ്പോൾ ഞാൻ ചാളയൊക്കെ പുറത്തിരുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പൊന്നു എവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് ആശാട്ടി എണീച്ചിഞ്ഞ് വരേണേ. അപ്പം ഞാൻ അതിൻ്റെ പാത്രം എടുത്തിട്ടില്ല. അപ്പം ഞാൻ മീൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്കങ്ങ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചേ, പാവമല്ലേ. അപ്പം അതിൻ്റെ മണം അടിച്ച് വന്നതല്ലേ, നല്ല വിശപ്പുണ്ട്. നമ്മൾ 2-3 ദിവസമായിട്ട് ചിക്കനും ബീഫും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് പൊന്നു പാവം എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പാവം തോന്നിയേണേ. അപ്പം ഞാൻ മുഴുവനേ 2 മീൻ അതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് നമ്മൾ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. എന്നാലും അതിന് ഈ മീനിൻ്റെ മണം അടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. മീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൊടുക്കത്തില്ല കേട്ടോ. മീൻ കൊടുത്താൽ അകത്തൊക്കെ അത് കക്കി വെക്കും. അപ്പം മോൻ വഴക്ക് പറയും കേട്ടോ, മീൻ കൊടുക്കല്ലേ ഉമ്മ എന്നൊക്കെ എന്നെ ദേഷ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അവനെ ഒളിച്ചിവിടെ ഇല്ലാത്തതുകൊണ്ട് അതിന് മീൻ കൊടുക്കുകയാണ് കേട്ടോ. പാവമല്ലേ പൊന്നു. എനിക്ക് എപ്പോഴും കൂട്ടാണേ. എനിക്കൊരു കൂട്ടാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാനും എന്തോ അതിനൊരു വല്ലാത്ത സ്നേഹമാണ്. എനിക്ക് തിരിച്ചും അതുപോലെ ഒരു സ്നേഹമുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ മിണ്ടാപ്രാണികളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് എന്തോ അത് നമ്മൾ വീട്ടിൽ വളർത്തുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിലും ഈ പൂച്ചയെന്ന് പറയുന്നത് ഒരു സ്നേഹമുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞ് ചാളയായിരുന്നേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ പച്ചമാങ്ങ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, പച്ചമാങ്ങ നമുക്ക് അതിൻ്റെ തോലൊക്കെ അങ്ങ് ചെത്തിക്കളയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മാങ്ങ പച്ചയ്ക്ക് കഴിക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ തോലൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് ഒരു കഷ്ണം വെട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല മണമുള്ള നല്ല അടിപൊളി മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടി ഒരു കഷ്ണമൊക്കെ കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ വറുത്തെടുക്കാനുള്ള മീൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയണേ. ബാക്കി നമുക്ക് കറിക്കായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്നും ലെങ്ത്തുള്ള വീഡിയോ ആണേ, 20 മിനിറ്റ് എങ്ങാണ്ടുണ്ടേ വീഡിയോ. അപ്പോൾ അത്രയും വോയിസ് കൊടുക്കുന്നതുകൊണ്ട് ശ്വാസം എടുത്തെടുത്ത് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനുള്ളത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാനുള്ളതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാമേ. കളറുള്ള മുളക് പൊടിയാണേ. അപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുക്കുന്നതിൽ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുമ്പോൾ നല്ലൊരു കളറുമാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി നമുക്ക് കുറച്ച് നേരം ഒന്നങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ചീരത്തോരനും ചക്കയും ചോറും എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് മീനിലോട്ട് തൊട്ടതേ. അല്ലാതെ കുഞ്ഞു മീനും കൊണ്ട് കട്ട് ചെയ്യാതിരുന്നാൽ എങ്ങനെ പോയാലും 1 മണിക്കൂർ എടുക്കും കേട്ടോ.
അപ്പം തോനെ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോയാൽ ലാസ്റ്റ് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് മീൻ പൊരിക്കാനുള്ളത് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീനിൽ പുരട്ടാനെടുത്ത പൊടികളെല്ലാം അങ്ങ് തിരിച്ചെടുത്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കറിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ ചേർത്ത് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഉലുവയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫ്രഷ് ഇല്ല കേട്ടോ. ഞാൻ 2-3 ദിവസം കൊണ്ട് കവറിൽ കെട്ടി വെച്ച കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചക്കയ്ക്ക് നമുക്ക് വറുത്ത് ചേർത്ത് കൊടുക്കണ്ടേ, ഉള്ളിയൊക്കെ ഒന്ന് ഇതാക്കി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുഞ്ഞുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറവിട്ട് കൊടുക്കാം കേട്ടോ. വറുത്തിട്ട് കൊടുക്കാം. ഈ ചക്ക വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ താളിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലേ അതിന് ആ ടേസ്റ്റും മണവും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് താളിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. പുറത്ത് നല്ല മഴ കേട്ടോ, നല്ല അടിപൊളി ഒരു മഴ പെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് കേൾക്കാമോ എന്തോ, ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കറണ്ടും അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഉലുവ ചേർക്കാവേ. നല്ല പച്ച ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിൽ ആ ഉലുവയുടെ മണമൊക്കെ കിട്ടും. വറുത്ത ഉലുവയൊക്കെ ചേർക്കുന്നത് ചുമ്മയാണ് കേട്ടോ, എനിക്ക് തോന്നുന്നില്ല അതിന് മണം ഉണ്ടെന്ന് കേട്ടോ. പക്ഷേ ഈ പച്ച ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻകറി തിളയ്ക്കുന്നതിനനുസരിച്ച് ആ മണം കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചക്ക കൂട്ടാനിലോട്ട് നമ്മുടെ താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ മീൻകറിയിലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ ചന്തയിലൊക്കെ പോയി മീനൊക്കെ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ച് തരും. അപ്പം ഞാൻ മീൻകറിയിലോട്ടും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുക്കറങ്ങ് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ താളിച്ചൊഴിച്ചിൻ്റെ മണം നമ്മുടെ ചക്കയിലൊക്കെ അങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എപ്പോഴേ ഇളക്കണ്ടേ, ലാസ്റ്റ് നമ്മൾ വിളമ്പി എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ ചേർത്ത് ഫ്ലെയിമൊക്കെ കുറച്ചങ്ങ് ഇട്ട് കൊടുത്ത് ഇവിടെ കറിയൊക്കെ അങ്ങ് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറ്റട്ടെ കേട്ടോ. അപ്പം നമ്മൾ താളിച്ച ആ പാത്രത്തിൽ തന്നെ നമുക്ക് മീൻ പൊരിക്കാനുള്ള മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. നല്ല മഴ കേട്ടോ, മഴയുടെ സൗണ്ട് അടിപൊളി. നല്ല ചൂടായിരുന്നേ. അപ്പം മഴയും കൂടി പെയ്തപ്പം ചൂട് നല്ല അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം ഇതിലോട്ട് നമ്മൾ വറുക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിരുന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ളത് പൊരിക്കാനായിട്ട് വെച്ച് ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. രാത്രി മോനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂടോടെ പൊരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മീൻ ഒരു സൈഡൊക്കെ ഒന്ന് കുഞ്ഞു ചാളായതുകൊണ്ട് ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ലേ, അരപ്പൊക്കെ അങ്ങ് പിടിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം കൂടി അങ്ങ് പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ട് വറുക്കണം കേട്ടോ, എങ്കിൽ നമ്മുടെ മീൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഈ ചാള മീനൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ, എങ്കിൽ കൊള്ളാവും. ഉണ്ട് അടിപൊളി ചീരത്തോരനും. അപ്പം ഞാൻ തോരനൊക്കെ എടുക്കാനുള്ള ബൗളൊക്കെ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ വറുത്തതും തോരനും ഒക്കെ ഒന്ന് സെർവ് ചെയ്തിട്ട് വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സഹോദരനുണ്ടേ, അവന് ചോറ് കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം വിശപ്പും ഉണ്ടേ, നല്ല ഒരുപാട് സമയം ഇന്നത്തെ ദിവസം താമസിച്ചിട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 12 മണിക്ക് ആവാനുള്ള ആഹാരം 3 മണിയായാലും ആവൂല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിശപ്പുള്ളവരൊക്കെ വിശക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് വിളിയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചൂടോടെ തന്നെ മീൻകറിയും കൂടി അങ്ങ് കോരിയെടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.